തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായുള്ള ചിന്താവിഷയം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവ് തേജസ്കരിക്കപ്പെട്ട സംഭവമാണ് ഇവിടെ കാണുന്നത്. ആരാധനാ കാലത്തിലെ പുതിയൊരു കാലഘട്ടം ഓഗസ്റ്റ് മാസം 6-ാം തീയതി നാം ആചരിക്കുന്ന മർരൂപ പെരുന്നാളിലൂടെ ആരംഭിക്കുകയാണ്. തേജസ്കരണത്തിന്റെ അനുഭവം വിവരിക്കുന്ന വേദഭാഗങ്ങളിലും യോർദാൻ നദിയിലെ സ്നാനത്തിലും ഒരുപോലെ കാണപ്പെടുന്ന ഒന്നാണ് പിതാവ് തൻ്റെ മകനോട് പറയുന്ന മനോഹരമായ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു. മകനോടുള്ള അപ്പന്റെ സ്നേഹം പരസ്യമായി വെളിപ്പെടുത്തുന്ന ഉജ്ജ്വലമായ നിമിഷങ്ങളാണത്. കർത്താവ് അനുഭവിച്ച കൊടിയ വേദനയുടെയും പരിഹാസത്തിൻ്റെയും മാനുഷിക തലം പരിശോധിക്കുമ്പോൾ ഈ പ്രഖ്യാപനത്തിന് എത്ര ആഴമാണുള്ളതെന്ന് അറിയാമോ? പ്രിയം, സ്വന്തം എന്നീ 2 അക്ഷരങ്ങളുടെ തണുപ്പ് എത്ര കൊടിയ വേദനയുടെയും ചൂടുകാറ്റിനെയും അഭിമുഖീകരിക്കുവാൻ പര്യാപ്തമാണ്. ജീവിതത്തിന്റെ കനൽ വഴികളിൽ കർത്താവിനെ കരുത്തനാക്കിയത് നീ എൻ്റെ സ്വന്തമെന്ന സ്നേഹാനുഭവത്തിന്റെ മധുരഭാഷണമാണ്. കർത്താവിനോളം ഒറ്റപ്പെടൽ അനുഭവിച്ച വേറെ ആരാണുള്ളത്? ഗർഭപാത്രം മുതൽ കഴുമരം വരെ ഇത്രയും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാൾ, കൂടെ നിൽക്കുമെന്ന് കരുതിയവരൊക്കെ കുരിശിന്റെ വഴികളിൽ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരാൾ. അങ്ങനെ ഒരാൾക്ക് ഞാനുണ്ട് നിനക്ക് എന്നൊരു ഉറപ്പ് എത്രമേൽ ആവശ്യമാണ്. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതെ പോകുന്നവർക്കൊക്കെ ഞാനുണ്ട് നിനക്ക് എന്നൊരു താബോർ അനുഭവം ആവശ്യമായിരിക്കുന്നു. ആർക്കെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവനാകണം, അല്ലാത്തതൊക്കെ വേദനയാണ്. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന്റെ ഉടമകളാണ് നാം. സ്നേഹത്തിന്റെ പരസ്യ പ്രഖ്യാപനങ്ങൾക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ചും വലിയ പിശുക്കാണ്. അൺഎക്സ്പ്രസ്ഡ് ലവ് ഈസ് നോ ലവ് എന്നതാണ് സത്യം. വിളക്ക് കത്തിച്ച് പറയുടെ കീഴിൽ വെക്കുകയാണ് നാം. കുടുംബജീവിതത്തിലൊക്കെ ആദ്യകാലങ്ങളിൽ സ്നേഹിക്കുവാൻ 100 കാരണങ്ങൾ കണ്ടെത്തിയിരുന്നവർ പിന്നെ സ്നേഹിക്കാതിരിക്കുവാൻ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. സ്നേഹചുംബനങ്ങളും നല്ല വാക്കുകളുമെല്ലാം നാം അനുശോചനങ്ങൾക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നിനക്ക് ഞാനുണ്ട്, നീ എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയെന്ന് നമ്മുടെ ബന്ധങ്ങളിലും വീടുകളിലും എല്ലാവരും പരസ്പരം പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ വീടുകളിൽ താബോർ അനുഭവത്തിന്റെ തേജസ്കരണം സംഭവിക്കുമായിരുന്നു. സ്നേഹം തണുത്തുപോയ ബന്ധങ്ങളും പ്രണയം നഷ്ടപ്പെട്ട ദാമ്പത്യങ്ങളും കാലത്തിന്റെ നേർക്കാഴ്ചകളായിരിക്കുന്നു. സഹോദരന്റെ ചോരയുടെ ഗന്ധം കായേന്റെ ശരീരത്തിൽ നിന്ന് ഉയരുമ്പോഴും അയാൾക്ക് കരുതലിന്റെ അടയാളം പതിപ്പിക്കുവാൻ ചാരത്തെത്തുന്ന ദൈവത്തിന്റെ കരം മാത്രം ധ്യാനിക്കുക. കണ്ണു നിറയാൻ വേറൊരു കാരണവും വേണ്ട, നീ എൻ്റെ പ്രിയപുത്രൻ തന്നെ. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.